കണ്ടില്ലേ 1/2 കിലോ ചെറുള്ളിക്ക് 180. അവിടെ കിഴങ്ങൊക്കെ ഉണ്ട്, കിഴങ്ങിനോ പോലെ തന്നെ 1 kg 250 കൊടുത്തത്. ഇത് നമ്മുടെ നാട്ടിലത്തെ സാധാ കോയമുട്ട വാങ്ങാട്ടാണ്. ഇത് നാടൻ മുട്ട എന്ന് പറയില്ലേ. ഇതിന് 50 രൂപ കേട്ടോ നമ്മുടെ നാട്ടിലത്തെ. അല്ല, ഇവിടുത്തെ 50 രൂപ, ഇതിന് 35 രൂപ. അത് എത്രയുടെ പറ ഫൈന്? 25,000 ഇവിടുത്തെ. എന്തില്ലാതെ ലൈസൻസ് ഇല്ലാത്തത് നമ്മളടുത്ത് എത്രയായി? 8,000 7,000 7,500. ഹലോ, ഇത് ഹിക്കടുവ എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ്റെ അടുത്തുള്ള മാർക്കറ്റാണ് കേട്ടോ. ഇന്ന് എത്തിയിട്ട് 3-ാമത്തെ ദിവസം ഈ മാർക്കറ്റിൽ കൂടെ ഒന്ന് നടക്കുകയാണ്. ഫിഷ് മാർക്കറ്റ്, ഫ്രൂട്ട്സ്, കത്തി, ചട്ടി, കലം. നമ്മളടുത്ത കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. മുറുക്ക്, നെയ്ക്കപ്പഴം, പിന്നെ കോമണാണ്, പൊള്ളി ചിപ്സ്, ചിപ്സ്, ശർക്കര വരട്ടി, ശർക്കര ഉപ്പേരി പോണത്. സോസ് ബനാന ചിപ്സ് ഇൻസൈഡ്. നോ, ശർക്കര വരട്ടി അല്ലേ, ശർക്കരയുടെ എന്ത് സംഭവം. ബിസ്ക്കറ്റ്, ഒരു 6-ാം നമ്പർ 7-ാം നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് പൂരത്തിനൊക്കെ കിട്ടുന്ന ജിലേബിയുടെ വെറൈറ്റി തോന്നുന്നു. ഈ പൗഡർ this is how much? 400. Any इसको vanilla tea, vanilla ചായപ്പൊടി ഉണ്ട് കൊടുത്ത്. വാനില മിക്സ് ആന്നൊക്കെ പറയുന്നത്. വാനിലയുടെ കണ്ടില്ലേ, ഇത് വാനില മിക്സ്ഡ് അല്ല. 1/2 കിലോ 1000 കൊടുത്ത്. I will come back. നല്ല ഭാഷ അല്ലേ. ലോക്കൽ ഇന്ത്യക്കാരെ ലോക്കൽ മാർക്കറ്റ് തന്നെ കേട്ടോ. കംപ്ലീറ്റ് ഇതെല്ലാ സാധനങ്ങളും ഉണ്ട്. കൊള്ളി, മറ്റേ സാധനം ഉണ്ടാ, കേക്കും 150 കുഴപ്പമില്ലാത്ത അല്ല, ഒരെണ്ണത്തിനല്ല. പിസ്സാവുണ്ട്. അതല്ലോ വെൽക്കം. കണ്ടില്ലേ 1/2 കിലോ ചെറുള്ളിക്ക് 180. അവിടെ കിഴങ്ങൊക്കെ ഉണ്ട്, കിഴങ്ങിനോ പോലെ തന്നെ 1 kg 250 കൊടുത്തത് 1 കിലോ. വെളുത്തുള്ളി 250 ഗ്രാം 150. അങ്ങോട്ട് പോണില്ല, നമുക്ക് തിരിച്ചു പോവാം. ബാക്കി കൊള്ളാം. എന്തായാലും അങ്ങനെ ഷെഡൊക്കെ വീഴിച്ചിട്ട് അത്യാവശ്യം നല്ല നീറ്റിലൊക്കെ തന്നെ കൊണ്ടുനടക്കുന്നുണ്ട്.
ഇത് നമ്മുടെ നാട്ടിലത്തെ സാധാ കോയമ്പട്ടോ അങ്ങോട്ടാണ്. ഇത് നാടൻ മുട്ട എന്ന് പറയില്ലേ. ഇതിന് 50 രൂപ കേട്ടോ നമ്മുടെ നാട്ടിലത്തെ. അല്ല, ഇവിടുത്തെ 50 രൂപ. ഇതിന് 35 രൂപ. കാട ദിസ് വൺ കോയിൽ ഹൗ മച്ച്? 25 rupees. 25. ആ, ഒരു 25 ഉണ്ട് കേട്ടോ. നല്ല കുറച്ച് കൂടുതലായിട്ട് വേണം. ഫ്രൂട്ട്സിനൊക്കെ ഇവിടെ മാർക്കറ്റിലൊക്കെ ഭയങ്കര ചീപ്പാട്ടോ. ഇന്നല്ലേ ഒരു ഇവിടെ 2004 ഒരു സുനാമി ഉണ്ടായിരുന്നല്ലോ, ഇന്ത്യയിലും ഒക്കെ എല്ലായിടത്തും പ്രശ്നം ഉണ്ടായ. അത് പ്രധാനമായിട്ട് ഇവിടെ ശ്രീലങ്കയിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു 2004. അപ്പോൾ അതിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട് ഇവിടെ അടുത്ത്. എന്നാൽ അവിടേക്ക് പോവാം. ശേഷം ഒരു ഹെർബൽ ഗാർഡനോ അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടു. പിന്നെ ഒരു ടർട്ടിൽ ഫാം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് അവിടെ പേയ്മെൻ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. കൂടുതലാണെങ്കിൽ കയറില്ല. എന്തായാലും നോക്കട്ടെ. കരിക്ക് 150 ഇവിടുത്തെ. അപ്പോൾ ആര് 150 LKR ആണ് കേട്ടോ. ഇവിടെ ഒരു റോഡ് സൈഡിലൊരു അക്വേറിയം ഷോപ്പ് കേട്ടോ. വിഡോ ഫിഷ്, മോളി, കാർപ്പ്, ഏഞ്ചൽ ഉണ്ട്, സീബ്ര എന്ന് പറയണം. ചെടികളൊക്കെ ഉണ്ട്. ബസ്സിൽ കയറിയിട്ടാ. ഇത് സുനാമി മ്യൂസിയത്തേക്കുള്ള വഴി ബസ്സാണ്. ഒരു 5 ബസ് സ്റ്റോപ്പൊക്കെ ഉള്ളൂ ഇവിടുന്ന്. ഇപ്പോൾ പേരലിയ എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പുണ്ട്, അവിടെ നിന്ന് ഇറങ്ങാൻ പോകണം. ഓക്കെ, അങ്ങനെ ഏതാണ്ടൊരു അഞ്ചങ്ങാടി വന്നിറങ്ങിയ പോലെയൊക്കെ തോന്നണേ. ചാവക്കാട് അല്ല, ഇവിടെ ഒന്നുണ്ടോ? ബീച്ചിനോട് പോയേക്കോ. ഇത് സുനാമി ഇതിന് ഭാഗമായിട്ടുള്ള സ്മാരകമാണെന്ന് തോന്നുന്നു. അവിടെ ഒരു പോലീസുകാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊന്ന് പരിചയപ്പെട്ടായിരുന്നു. വഴിയൊക്കെ ചോദിച്ചാൽ അപ്പോൾ അവർ ചെക്കിങ്ങിന് നിൽക്കുകയാണ് പോലീസുകാർ. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന അറിയാണ്ട് എടുക്കണം. പിന്നെ എത്രയുടെ പറ ഫൈന്? 25,000. എന്തില്ലാതെ ലൈസൻസ് ഇല്ലാത്തത് നമ്മളവിടുത്തെ എത്രയായി? 8,000 7,000 7,500 8,000. പിന്നെ ഹെൽമെറ്റ് ഇല്ലാത്തതിന് എത്ര? 1,000. നമ്മളവിടുത്തെ 300 രൂപ ഹെൽമെറ്റ് ഇല്ലാത്തതിന്. നടന്ന് എത്തി സുനാമി മ്യൂസിയം. എടാ, ഇവിടെ സുനാമി മ്യൂസിയം. ഫോട്ടോ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, വീഡിയോ പറ്റില്ല. അപ്പോൾ കണ്ടിട്ട് പോവാം. ഇവിടെ അപ്പോൾ കാണാൻ പറ്റിയില്ല കേട്ടോ. അകത്തൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അത് കയറി കണ്ടു. പിന്നെ എടുക്കാൻ പറ്റിയ ഫോട്ടോസ് അല്ല, മൊത്തത്തിൽ മരിച്ചു കിടക്കുന്നു അങ്ങനെ കുറേ ഫോട്ടോസാണ്.
ഇവിടെ ഇപ്പോൾ പല സ്ഥലം നല്ല രീതിക്ക് എല്ലാ കണക്കുകളും എഴുതിയിട്ടുണ്ട്. 40,000-ഓളം ആൾക്കാർ ശ്രീലങ്ക മരിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യയിലാണ് ആ ടൈമിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഈ ഒരു ഏഷ്യൻ സൈഡിൽ 2 ലക്ഷത്തി പുറത്ത് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ 16,000 സംതിങ് മരിച്ചിട്ടുണ്ട്. അങ്ങനെ കണക്കുകളൊക്കെ ഉണ്ട്. പിന്നെയും എന്താ പറയുക, ഇവിടെ ശ്രീലങ്കത്തെ ഓരോ സ്ഥലത്തുള്ള കണക്കുകളും ഒക്കെ ഉണ്ട്. നമ്മളന്ന് ഹിക്കടുവയിലൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ടാവും മരണങ്ങളൊക്കെ, 1000കണക്കിനും. ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ബട്ടിക്കോല. ഈ ബട്ടിക്കോലയുടെ താഴത്തുള്ളൊരു ഏരിയ ഉണ്ട്. ഇവിടെ ഏരിയയിലൊക്കെ ഏറ്റവും കൂടുതൽ 10,000-ഓളം മരണങ്ങളുണ്ടായിട്ടുള്ളത്. ഇവിടെ താഴത്തേക്കൊക്കെ ഒരു 4,000. പിന്നെ കൊളംബോയിലൊക്കെ കുറവായിരുന്നു, എന്നാലും ഒരു 70. അങ്ങനെ പല ഇതായിട്ട് ഈ തീരദേശത്താണ് ഇപ്പോൾ പറഞ്ഞ പോലെ കൂടുതലും മരണങ്ങളും പരിക്കുകളും എല്ലാമായിട്ട് പ്രശ്നങ്ങളൊക്കെ കിട്ടിയത്. എന്തായാലും അങ്ങനെ ഒരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു സൈക്ലോൺ വീശി അതിൽ ലാൻഡ് സ്ലൈഡും എല്ലാം ആയിട്ട് 200-ന് പുറത്ത് മരണപ്പെട്ടിട്ടുണ്ട് ആൾക്കാരൊക്കെ. എല്ലായിടത്തും ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കാം. ഇവിടെ ഉണ്ട്, പക്ഷേ സുനാമി മ്യൂസിയം വേറെ ഒന്നുണ്ട്, പക്ഷേ എക്സ്പെൻസീവ് 1000 എന്തെങ്കിലും പറഞ്ഞത്. ഞങ്ങളതിൽ ചേഞ്ച് ഇല്ല, LKR ചേഞ്ച് ഇല്ല കൊടുക്കാൻ. ഇനി ATM-ലൊക്കെ പോയിട്ടൊക്കെ വേണ്ടി വരും. അതിലിപ്പോൾ തൽക്കാലം കയറാൻ കഴിയില്ല. സ്കൂളാണ് കേട്ടോ. SP ആംപെരലിയ ശ്രീ ജിനർത്താന മഹാവിദ്യാലയ നവോദയ സ്കൂള്. വലിയ സ്കൂളാണ് കേട്ടോ. ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളാണോ പ്രൈവറ്റ് ആണോ എന്നറിയില്ല. മയിലുണ്ട് കേട്ടോ, മയില്. ശ്രീലങ്കയത്തെ മയില്. പിന്നല്ലേ ഇവിടുത്തെ ബസ്സിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സെപ്പറേറ്റ് സീറ്റായിരിക്കും. സ്ത്രീകൾക്കുണ്ടാവും, കുട്ടികൾക്ക്, സ്ത്രീയും കുട്ടിയും, വികലാംഗർ, അങ്ങനെ വേറെ സീറ്റാണ് ഉണ്ടാവുക. ഇവിടെ ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നുമില്ല. എല്ലാവരും കോമൺ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് മാർക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇവിടുത്തെ ഒരു ലോക്കൽ ബസ്സാണ്. ഇത് നമ്മളോടെ പോലെ തന്നെ ഓരോ സ്റ്റോപ്പായിട്ട് ഇറങ്ങിയിട്ടാണ് നിർത്തിയിട്ടാണ് പോവുക. അതല്ലാതെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുണ്ട് ഇവിടുന്ന്. കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് നാട്ടിൽ പോകാൻ കേട്ടോ. ഇത് കൃഷ്ണ സ്റ്റോർ എന്ന പേര്. ഫാസിൽ ബ്രോ ആളാ എനിക്ക് പറഞ്ഞ ഷോപ്പ്. ഓക്കെ, സീ യു നെക്സ്റ്റ് ടൈം. നമ്മൾ ഗാളിൻ്റെ ഫോർട്ടിൻ്റെ അടുത്തുനിന്ന് തന്നെ കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. നമ്മുടെ ഇപ്പൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച ഷോപ്പ് നമ്മുടെ അടുത്ത് വല്ല ഓഫറൊക്കെ ഉള്ള ഷോപ്പുണ്ട്. ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്ന ഷോപ്പാണ് ഇത്. തന്നെ ഇന്നലെ ഫോർട്ടിൽ വന്നതിൻ്റെ അതിൻ്റെ അടുത്തൊക്കെ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. ആരെല്ലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക്
സാധനങ്ങളൊക്കെ ലാഭിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഓവർ പ്രൈസ്ഡ് ആയിട്ടൊക്കെ തന്നെ നമുക്ക് വെറുതെ ക്യാഷ് ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ബഡ്ജറ്റിലൊക്കെ വരാൻ ഉദ്ദേശിക്കണ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതുപോലൊക്കെ അന്വേഷിച്ച സ്ഥലങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ ചിലയിടത്ത് നമുക്ക് 150-200 രൂപയ്ക്ക് വെള്ളം കിട്ടുക. അതേ സാധനം ഇപ്പുറത്തെ ഇപ്പോൾ 100 രൂപയ്ക്ക് കിട്ടും. പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ആണെന്നുണ്ടായാലും ഒന്ന് കയറ്റി വെക്കും. എല്ലായിടത്തുള്ള പോലെയൊക്കെ തന്നെ. കടക്കുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്. ഇതിപ്പോൾ വർക്കിംഗ് അല്ല, പക്ഷെ അപ്പുറത്ത് വർക്കിംഗ് ഒക്കെയാണ്. കേട്ടോ, സിഗ്നലിന് സീബ്ര ക്രോസിംഗ് ആണത്. സീബ്ര ലൈനൊന്നും വരച്ചിട്ടില്ല. കറക്റ്റ് സമയത്ത് സിഗ്നൽ വരും. അവിടുന്ന് ടാൻ ബേക്കേഴ്സ് എന്ന് പറഞ്ഞ ബേക്കറി ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൈസുള്ള ബേക്കറി ഐറ്റംസ് ഫുഡൊക്കെ ഉണ്ട്. സാൻഡ്വിച്ചോ ബ്രെഡോ ഒക്കെ ഉണ്ടെങ്കിൽ കിട്ടും. ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ നടന്നതിനൊക്കെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഗാൽപോർട്ടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റാൻഡാണ്, ബസ് സ്റ്റാൻഡാണ്. ഇനി ഇങ്ങോട്ടും ഇല്ല, നേരെ ഇനിയിപ്പോൾ കൊണ്ട് വരേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നാൽ ഇപ്പോൾ തിരിച്ചു പോവാം. വൈഫൈ തോന്നുന്നതായിരിക്കണം. ഇത് കണ്ടില്ലേ, ഇത് ക്യൂ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടുണ്ടോ? അതുണ്ടോ, അപ്പോൾ ഓരോ ബസ് ഇങ്ങനെ ലൈനിൽ നിർത്തും. കുറേ കാത്തിക്കണം, ഇത് കയറണം. ഇങ്ങനെ നടന്നല്ലോ. ഇവിടെ വന്ന കഴിഞ്ഞ ദിവസം രാത്രി ബസ് കയറിയിട്ട് തിരിച്ചങ്ങനെ കടുവേ പോയത്. സിഗ്നൽ ഓണായി.